അമൂല്യമായ സ്വർണത്തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ. അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് സിൽവർ, ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം, ഫസ്റ്റ് ഫ്ലോർ, തൈക്കാട്ടിൽ ബിൽഡിംഗ്, ചേലക്കര. വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ചേലക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന കീർത്തന യോഗവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. കുഴി തയ്യാറായപ്പോൾ ഞാൻ അവളെ കുഴിയിലേക്ക് പോയി അതൊക്കെ മണ്ണെടുക്കുകയും ചെയ്തു. കാൽമുട്ടോളം മണ്ണെത്തിയപ്പോൾ അവൾ ചോദിച്ചു, അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അരക്കോപ്പം മണ്ണെത്തിയപ്പോഴും അവൾ ചോദിച്ചു, അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ അവളെ ജീവനോട് കുഴിച്ചു. ഈ പാപം എന്നെ വല്ലാണ്ട് അകറ്റുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അദ്ദേഹം പറഞ്ഞു. ഈ കഥ, ഈ സംഭവം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ധാരാളിയായി കരയുകയായിരുന്നു. അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. നീ എന്നോട് എന്തിനത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശാസിക്കുകയും മേലിൽ എന്റെ മുമ്പിൽ നീ വന്നു പോകരുത് എന്ന് താക്കീത് ചെയ്യുകയും ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ദുരാചാരത്തെ എത്ര കഠിനമായാണ് എതിർക്കേണ്ടതെന്നും അത് ഏത് സമയത്താണ് എതിർക്കേണ്ടതെന്നും അതുമൊക്കെ സമൂഹത്തിൽ നാം എത്രമാത്രം ദൃഢത അല്ലെങ്കിൽ സമൂഹത്തിനുണ്ടാകുന്ന ആ ഒരു ഭിന്നിപ്പിനെ നാം ഇല്ലാതാക്കുകയും ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ടി റിയാസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തിരുവില്ലാമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KC ബാലസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം കുടുംബത്തിനാണെന്ന് ബാലസുബ്രഹ്മണ്യൻ തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. പ്രവാചകന്റെയും മാതൃകകളിലൂടെ സമൂഹത്തെ വളർത്തുന്നതിനും ധാർമ്മിക ഗുണങ്ങളിലൂടെ പുതുതലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ സാധ്യമാകും എന്ന് മുഹമ്മദ് അഹമ്മദ് പറഞ്ഞു. യോഗത്തിൽ മൗലവി ഗുലാം അഹമ്മദ് ഖുർആൻ പാരായണവും ടി ഇർഷാദ് അഹമ്മദ് പദ്യാലാപനവും നടത്തി. സമൂഹത്തിൽ നന്മ പ്രാവർത്തികമാക്കാനുള്ള അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നുവെന്ന് പ്രസ് ക്ലബിനെ പ്രതിനിധീകരിച്ച് ഗോപി ചക്കുന്നത്ത് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഞങ്ങളെ പ്രത്യേകിച്ച് ചേലക്കര മാധ്യമക്കാരെ ക്ഷണിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. എനിക്ക് മുമ്പ് സൂചിപ്പിച്ച പോലെ, സൂചിപ്പിച്ച പോലെ ഇന്ന് ലോകം ഏറ്റവും കാക്ഷിക്കുന്നത് സമാധാനമാണ്. ഇന്ന് ലോകസമാധാനം ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ചേലക്കര ഇത്തരത്തിലുള്ള യോഗങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഈ റംസാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും അത് മനുഷ്യനന്മയ്ക്ക് വേണ്ടിയാണ് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇത്തരം ഈ പുണ്യമാസത്തിൽ ഈ മഹനീയമായ ഭക്തിപരമായ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ചടങ്ങ് തീർച്ചയായും സഹനത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. സഹനത്തിനപ്പുറം പരസ്പരം നമ്മുടെ ഗുണപത്രങ്ങളെ സ്നേഹിക്കാനും ജാതി മത വർണ്ണ മറ്റ വ്യത്യാസമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ അവരെ സ്നേഹിക്കുവാനും അവരെ സഹായിക്കുവാനും കഴിയുന്നെങ്കിൽ നാം ഈ ലോകത്ത് എന്ത് നേടിയാലും എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും എത്ര സാമ്പത്തികമായി മുന്നോട്ട് പോയാലും അവൻ മനുഷ്യനല്ല എന്ന് പറയുന്നതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഇത് നടക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പരമകാരുണ്യനായ അല്ലാഹുവിന്റെ അനുഗ്രഹവും ഉണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രസ്തുത പരിപാടിയിൽ ഇഫ്താർ സംഗമത്തിലും പങ്കെടുത്ത ഏവർക്കും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ചേലക്കര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. CCV ന്യൂസ്, ചേലക്കര.